ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം ഇവിടെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കേൾക്കുകയുണ്ടായി. മുമ്പേ ശങ്കരസ്തുതികളെ പറ്റി വിമർശിച്ച വിദ്യാവചസ്പതി വി പനോളി തന്നെ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയിലെ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ 2-ാം പേജിൽ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ചാതുർവർണ്ണ്യം ഉണ്ടായത്? ഒരു മനുഷ്യന്റെ ഗുണഗണങ്ങളെ അനുസരിച്ചാണ് അവൻ ചാതുർവർണ്ണ്യത്തിന് ഇതാകുന്നത്. അവൻ ബ്രാഹ്മണന് പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല. അവൻ്റെ ബ്രാഹ്മണനിലെ ഗുണങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിലേ അവൻ ബ്രാഹ്മണനാവുള്ളൂ. അല്ലാതെ ബ്രാഹ്മണന്റെ പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല. ഒരു ശൂദ്രന് ബ്രാഹ്മണനാകാൻ വയ്യാന്ന് എങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ ബ്രാഹ്മണന് ശൂദ്രനാകാൻ മേലെന്നും പറയുന്നില്ല. അവന്റെ ഗുണങ്ങൾ, ഒരു ബ്രാഹ്മണന് ജനിച്ച ഒരു പുത്രന്റെ ഗുണങ്ങൾ ശൂദ്രൻ്റെതാണെങ്കിൽ അവൻ ശൂദ്രന് തുല്യനാണ്. ഒരു ശൂദ്രന്റെ ഗുണങ്ങൾ അതേസമയം ബ്രാഹ്മണ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണ തുല്യനാണ്. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വേദവ്യാസൻ, വാൽമീകി ഇവരൊക്കെ ശൂദ്രന്മാരായിരുന്നു. അവരൊക്കെ ബ്രാഹ്മണ്യത്വം സ്വീകരിച്ചവരാണ്. എങ്ങനെയാണ്? അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ്. അവർ ഈശ്വരനെ അറിയാൻ ശ്രമിച്ചു. അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ് അവർ ബ്രാഹ്മണരായത്. ക്ഷത്രിയനായ വിശ്വാമിത്രൻ ബ്രാഹ്മണത്വം സ്വീകരിച്ചയാളാണ്. അപ്പോൾ ചാതുർവർണ്ണ്യം എന്നുള്ളത് ഇങ്ങനെ ജാതി തിരിച്ച് ആയി പോയത് പിന്നീട് മനുഷ്യനിർമ്മിതം മാത്രമാണ്. അല്ലാതെ ചാതുർവർണ്ണ്യം ഒരിക്കലും ഒരിടത്തും ഒരു വേദത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ജാതി തിരിച്ച് വേണമെന്ന്. പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത്, സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയുണ്ടായി. 9-ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാമത്തെ പാഠത്തില് മാതൃദേവോഭവ എന്നുള്ള 1-ാമത്തെ പാഠത്തിൽ വ്യക്തമായി അത് ചെയ്തിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് അവൾക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഷീ ഷുഡ് ബി ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ബൈ സമ്മൺ. അത് ബാല്യത്തില് പിതാവായിരിക്കും, കൗമാരത്തില് ഭർത്താവായിരിക്കും, വാർദ്ധക്യത്തിൽ പുത്രനായിരിക്കും. അവൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല അവൾക്ക് സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കുന്നില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ പറ്റി മറ്റ് പലതും സ്ത്രീകളുടെ ഗുണഗണങ്ങൾ, കാമം, ക്രോധം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അവളുടെ ഗുണങ്ങളെ പറ്റി എല്ലാം പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു കാര്യം മാത്രം വിട്ടുപോയി സഹോദര. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള മഹത് വാക്യം മാത്രം പറയാൻ വിട്ടുപോയി. അത് വേണം ആദ്യം പറയാനായിട്ട്. അതാണ് ഏറ്റവും മഹത്തായ വചനം. അതാണ് ഭാരതീയ ചിന്താധാര ഇവിടെ നൽകിയിട്ടുള്ളതും. അത് മാത്രം പറയാതിരുന്നത് ഇത്തിരി സങ്കടമായിപ്പോയി. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്, ചാതുർവർണ്ണ്യം സത്യത്തിൽ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായതെന്ന്. ശരിയാണ്, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ചാതുർവർണ്ണ്യം ഉണ്ടായത്. ചാതുർവർണ്ണ്യം ഉണ്ടായത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഉണ്ടായത്. സ്വാഭാവികമായൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതായിരുന്നു. എന്നാൽ വേദസംഹിതകളിലും ഉപനിഷത്തുകളിലുമെല്ലാം ചാതുർവർണ്ണ്യം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ചന്ദോഗ്യോപനിഷത്ത് നിന്ന് ഉദ്ധരിച്ച വചനം. 5-ാം അധ്യായത്തിലെ 5-ാം ഖണ്ഡത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം. എന്താ? ധർമ്മം ചെയ്തവർ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നാണ്. ഇവിടെ ജന്മത്തിന്റെ പേരിലാണോ ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക, ചർച്ച ചെയ്യുക, തീരുമാനിക്കുക. ഇത് നമ്മൾ പിൽക്കാലഘട്ടത്തിൽ ആണ് അതുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, പിൽക്കാലഘട്ടത്തിൽ ഇത് കൈകടത്തപ്പെട്ടതാണ്, എഴുതി ചേർക്കപ്പെട്ടതാണ്. സത്യമാണത്. അതെല്ലാം ദൈവികമാണ്, നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ രചനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സുഹൃത്ത് എത്ര നാര്യസ്തു പൂജന്തി എന്നുള്ള മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 156-ാമത്തെ വചനം എടുത്തുദ്ധരിക്കുകയുണ്ടായി. 86-ാമത്തെ വചനം, എത്ര നാര്യസ്തു പൂജന്തി രാമന്റെ എത്ര പൂജ്യത എന്ന് പറയുന്ന വചനം. എന്താണ്? നാരിയെ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതകൾ പ്രസാദിക്കുന്നത് എന്നർത്ഥം. ഈ വചനം മനുസ്മൃതിയിലുണ്ട്. പക്ഷേ മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് കേരള പാഠാവലിയിലെ 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ അധ്യായത്തിൽ നിന്നല്ല. മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് മനുസ്മൃതിയിൽ നിന്നാണ്. ഇവിടെ ഉദ്ധരിച്ചല്ലോ 9-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം, സ്ത്രീ സ്വതന്ത്രം അർഹതി. അത് മാത്രമല്ല മനുസ്മൃതിയിലുള്ളത്. അതിൻ്റെ നേരെ മുമ്പുള്ള വചനം ഇവിടെ ഉദ്ധരിച്ചു. 9-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം,
അസ്വതന്ത്ര സ്ത്രീയ കാര്യസ്ഥ എന്ന് തുടങ്ങുന്ന വചനം അത് ഉദ്ധരിച്ചല്ലോ. എന്താ പറയുന്നത്? മനുസ്മൃതി വായിച്ചു നോക്കുക, പരിഭാഷ ഉണ്ടല്ലോ. മലയാളത്തിൽ മനുസ്മൃതി പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ്? സ്ത്രീക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. സ്ത്രീക്ക് ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്തിനാണ് അത് ഏറ്റുപിടിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരെ. അത് പിൽക്കാലഘട്ടത്തിലെ യഥാർത്ഥത്തിൽ ദൈവികമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലല്ല. പിന്നീട് സ്വാഭാവികമായും പുരുഷാധിപത്യ വ്യവസ്ഥിതി കടന്നു വരുമ്പോൾ ഈ രൂപത്തിലുള്ള വചനങ്ങൾ കടന്നു വരികയാണ്. ഇനി എന്താണ് നാരി പൂജിക്കപ്പെടണം? നേരത്തെ ദേവീ സങ്കല്പത്തെക്കുറിച്ചും സഹോദരൻ ഡോക്ടർ ഇവിടെ പറഞ്ഞിരുന്നു. ദേവീ സങ്കല്പം ദേവിയായി അംഗീകരിക്കുന്നവരാണ് എന്ന്. സത്യത്തിൽ ദേവീ സങ്കല്പം എന്താണ് ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ എന്താണ്? ദേവി, നിങ്ങൾ നോക്കുക, സതി സമ്പ്രദായം എന്താണ് ഇന്ത്യയിൽ? ആരും അഭിപ്രായപ്പെടില്ല സ്ത്രീ വിമോചനത്തിന്റെ ഒരു മാർഗമാണ് സതി എന്ന്, അല്ലേ? ഒരാള് ഭർത്താവ് മരിച്ചാൽ അയാളുടെ ചിതയിൽ പെണ്ണ് ഭാര്യ ചാടിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് സതി എന്ന് പറയുക. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നോ? സ്ത്രീക്ക് വിമോചനം നൽകിയ ഒരു ജീവിത രീതിയായിരുന്നോ? അല്ല. പക്ഷേ സതി ചെയ്ത സ്ത്രീ സതീദേവിയായിരുന്നു. സതി ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ അറിയപ്പെടുക സതീദേവിയായിട്ടാണ്. അവൾ ആരാധിക്കപ്പെടുന്നു, അവൾ ദേവിയായി പൂജിക്കപ്പെടുന്നു, അല്ലേ? രൂപ് കൻവാർ സതീദേവിയാണ്. അപ്പൊ ദേവിയാകുന്നതിന്റെ മാനദണ്ഡം വിമോചനമല്ല, മറിച്ച് എന്താണ്? ഇവിടെ എത്ര നാര്യസ്തു പൂജന്തേ എന്ന വചനം വായിച്ചല്ലോ. ആ വചനം മുതൽ ഒരു 12 വചനങ്ങൾ സുഹൃത്തൊന്ന് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്താണ് നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയതെന്ന് മനസ്സിലായിക്കോളും. എന്താ നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട്? മനുസ്മൃതി